ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എഗർ ലേണിംഗ്. ദിസ് ഇസ് മീ അസ്ലം. സോ മക്കളെ, ഓണം എക്സാമിന് മാത്സിൽ 4 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ആ ചാപ്റ്റേഴ്സിൽ എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് ഈ ഒരൊറ്റ വീഡിയോയിൽ എന്താക്കാൻ പോവാണ്, സെറ്റ് ആക്കാൻ പോവാണ്. സോ മക്കൾ കൃത്യമായിട്ട് എന്താക്കുക, വീഡിയോ മൊത്തമായിട്ട് കാണുക. 4 ചാപ്റ്റേഴ്സിൽ പഠിക്കാനുള്ള എല്ലാ ഇക്വേഷനും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സെറ്റ് ആക്കാൻ പോകുന്നു. സോ ഒന്നാമത്തെ ചാപ്റ്റർ ആണ്, അറിയാവുന്ന ചാപ്റ്റർ ആണ് അരിത്മെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണികൾ. എന്തൊക്കെ പഠിക്കാനുണ്ട് നോക്കാം. ഒന്നാമത് പഠിക്കേണ്ടത് കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം എന്താണെന്നാണ്. നമുക്കറിയാം ഡി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. വിച്ച് മീൻസ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാവുന്ന ഒരു മെത്തേഡ് ഉണ്ട്. തൊട്ടടുത്ത പദങ്ങളുടെ വ്യത്യാസമാണ് കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം. പക്ഷേ നമുക്ക് അതിന് തൊട്ടടുത്ത പദങ്ങൾ തന്നിട്ടില്ലെങ്കിൽ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, അല്ലെങ്കിൽ മലയാളം മീഡിയം പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം, അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം എക്സ് എം മൈനസ് എക്സ് എൻ ബൈ എം മൈനസ് എൻ എന്ന് പറയുന്ന ഇക്വേഷൻ. ഇനി രണ്ടാമത് പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണേ. when the terms of an arithmetic sequence is divided by common difference they leave same remainder. അതായത് ഒരു സമാന്തര ശ്രേണിയിലെ ഏത് പദത്തെയും കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരേ റിമൈൻഡർ ആണ്, ഒരേ ശിഷ്ടമാണ് കിട്ടുക എന്ന് മനസ്സിലാക്കി വെക്കുക. മലയാളം എഴുത്തിലുള്ള പോയിന്റ് ആണ് കേട്ടോ. സോ ഇതാണ് ആദ്യം പഠിക്കേണ്ടത്. പിന്നെ രണ്ടാമത് നിങ്ങൾ പഠിക്കേണ്ടതാണ് ആൾജിബ്രിക് എക്സ്പ്രഷൻ, അല്ലെങ്കിൽ ബീജഗണിത രൂപം. nth ടേം എന്നും ജനറൽ ഫോം എന്നൊക്കെ പറയും, എന്നാം പദം എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളാണ്. സോ ഇവരെയും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എങ്ങനെയാണ് നമ്മൾ ബീജഗണിത രൂപം, ആൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക? xn is equal to dn plus f minus d. അതിൽ d എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൊതുവ്യത്യാസമാണ്, f എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടേം ആണ്, അറിയാവുന്ന കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്നാം പദത്തിന്റെ പൊസിഷൻ, സ്ഥാനം കണ്ടുപിടിക്കാൻ, ഏതെങ്കിലും ഒരു പദം തന്നിട്ട് അതിന്റെ സ്ഥാനം, പൊസിഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ട ഇക്വേഷൻ ആണ് n is equal to xn minus x1 by d plus 1 എന്ന് പറയുന്നത്. n എന്ന് പറഞ്ഞാൽ xn nth ടേമിന്റെ പൊസിഷൻ ആണ്, xn എന്ന് പറഞ്ഞാൽ എന്നാം പദമാണ്, nth ടേം ആണ്, x1 ഒന്നാം പദം, d എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് ആണ്. അതിനോട് 1 കൂട്ടിയാൽ മതി എന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തെ കാര്യമായല്ലോ. ഇനി നെക്സ്റ്റ് സംസ്, തുകകൾ കണ്ടുപിടിക്കേണ്ട. അതിന് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് 3 ഇക്വേഷൻ പഠിച്ചാൽ മതി. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ Sn is equal to n/2 into 2f plus n minus 1 into d. ഇതിലെ എല്ലാ ലെറ്റേഴ്സിനെയും, എല്ലാ ആൾക്കാരെയും നമുക്കറിയുന്നതാണ്. f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്, d എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസമാണ്, n എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ എണ്ണമാണെന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ ആണ് Sn is equal to n/2 into x1 plus xn. x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, xn എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം ആണ്. സോ Sn is equal to n/2 into x1 plus xn. ഇതും ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. ഇനി അവസാനത്തെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഇയാൾ കിങ് ആണ്, ലാസ്റ്റ് ഇക്വേഷൻ. എന്താ പറയുന്നത്? Sn is equal to pn square plus qn എന്നാണ് ഇക്വേഷൻ വരുന്നത്. p എന്ന് പറഞ്ഞാൽ, ഇവിടെ p എന്ന് പറഞ്ഞാൽ ആക്ച്വലി d/2 ആണ്. അതേപോലെ q എന്ന് പറയുന്ന ആളുടെ വാല്യൂ കണ്ടെത്താൻ f മൈനസ് p ചെയ്താൽ മതി. ഇനി അതേപോലെ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഫസ്റ്റ് ടേം കണ്ടെത്താൻ പറ്റും. f is equal to ഈ കാണുന്ന ഇക്വേഷൻ കേട്ടോ, ഈ കാണുന്ന ഇക്വേഷനും ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. എന്ത് ചെയ്താലും മതി അറിയോ? p പ്ലസ് q ചെയ്താൽ എന്ത് കിട്ടും? ഫസ്റ്റ് ടേം കിട്ടും. അതേപോലെ പൊതുവ്യത്യാസമായ d കണ്ടെത്താൻ പറ്റും. d കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി അറിയോ? ഇവിടെ വരുന്ന pന്റെ ഇരട്ടി എടുത്താൽ മതി, pന്റെ വാല്യൂവിന്റെ ഇരട്ടി എടുത്താൽ മതി. സോ d is equal to 2p ആണെന്ന് മനസ്സിലാക്കി വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്ലിയർ ആയിക്കോളും എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഇയാളുടെ യൂസ് എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലായിക്കോളും. നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഇക്വേഷൻസ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണമെന്ന് മറക്കരുത് കേട്ടോ. എടാ, ഞാൻ എന്താക്കാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇനിയും ബാക്കിയിടല്ലേ? അടുത്ത എന്താണ്? അടുത്ത 3 കോമൺ ആയിട്ട് വരുന്ന സീക്വൻസിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ ആണ്. ഒന്നാമത്തെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകൾ, 1 2 3 അങ്ങനെ n വരെ വരുന്ന എണ്ണൽ സംഖ്യകളുടെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? n into n plus 1/2 എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ നമ്മുടെ ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യയുടെ 2 4 6 8 അങ്ങനെ 2n വരെ വരുന്ന ഈവൻ നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? n into n plus 1 എന്ന് പറയുന്നത്. ഇനി അടുത്തത് മൂന്നാമത്തെ എന്താണ്? ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകൾ, 1 + 3 + 5 അങ്ങനെ പോകുന്ന ഒറ്റ സംഖ്യകൾ വരുന്ന സീക്വൻസിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? n² ചെയ്താൽ മതി. എന്താണ്? n² ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്ലിയർ ആയിക്കോളും. ഓൾറെഡി നിങ്ങൾക്കറിയാം എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുള്ളത്. ഇക്വേഷൻസ് മൊത്തമായിട്ട് ഒരു വീഡിയോയിൽ കിട്ടിയാൽ നിങ്ങൾക്ക് വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു സാറേ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിരുന്നു. അതിനെക്കൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ മക്കളെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് 2 കാര്യം കൂടിയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ when number of terms is odd,
പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആയാൽ എന്ത് ചെയ്യണമെന്നാണ്. മിഡിൽ ടേം ഇസ് ഈക്വൽ ടു സം ഓഫ് ദ ടേംസ് ബൈ നമ്പർ ഓഫ് ടേംസ്. മധ്യപദം എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ തുക ബൈ പദങ്ങളുടെ എണ്ണമാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. ഇതിന്റെ അപ്ലിക്കേഷൻ എന്തായാലും ഓണം എക്സാമിന് ഉണ്ടാവും, പബ്ലിക് എക്സാമിന് ഉണ്ടാവും. സോ മനസ്സിലാക്കേണ്ടത് പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണ്, നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണെങ്കിൽ. മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ ടേംസ് ബൈ നമ്പർ ഓഫ് ടേംസ് ആണ്. മധ്യപദം എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ തുക ബൈ പദങ്ങളുടെ എണ്ണം ചെയ്താൽ മതി എന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് ആണ് വെൻ നമ്പർ ഓഫ് ടേംസ് ഈസ് ഈവൻ. പദങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യ ആയാൽ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പെയർ സം എന്ന് പറയുന്ന ജോഡിയുടെ തുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരികയാണ്. എടാ പെയർ സം ഇസ് ഈക്വൽ ടു സം ഓഫ് ദ ടേംസ് ബൈ നമ്പർ ഓഫ് പെയർസ്. ആക്ച്വലി ഈ രണ്ട് ഇക്വേഷനും കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അതായത് ഇവിടെ പെയർ സം ആണ്, പക്ഷേ ന്യൂമറേറ്ററിൽ അംശത്തിൽ സെയിം ആ വരുന്നത് സം ഓഫ് ദ ടേംസ്. പക്ഷേ ഡിനോമിനേറ്ററിൽ എന്താണ്, നമ്പർ ഓഫ് പെയർസ് ആണ്. ഓരോ ജോഡി എത്ര ജോഡികളുണ്ട് നമുക്ക് തന്നിരിക്കുന്ന സമാന്തര ശ്രേണിയിൽ ഇരട്ട സംഖ്യ എണ്ണമായിട്ട് വരുന്ന സമാന്തര ശ്രേണിയിൽ എത്ര ജോഡികൾ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അതാണ് ഇവിടെ നമ്പർ ഓഫ് പെയർസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മലയാളം മീഡിയം ജോഡിയുടെ തുക ഇസ് ഈക്വൽ ടു പദങ്ങളുടെ തുക ബൈ ജോഡികളുടെ എണ്ണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഈ ലാസ്റ്റ് രണ്ട് ഇക്വേഷന്റെ അപ്ലിക്കേഷൻ പലപ്പോഴും നമ്മുടെ എക്സാമിന് ഉണ്ടാവാറുണ്ട്. മക്കളെ സമാന്തര ശ്രേണികൾ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, കൃത്യമായിട്ട് പഠിക്കുക. ഇനി അടുത്ത ചാപ്റ്റർ ആണ് സർക്കിൾസ് എന്ന് പറയുന്നത്. ആക്ച്വലി സമാന്തര ശ്രേണിയും സർക്കിൾസും കൃത്യമായിട്ട് പഠിച്ചാൽ തന്നെ ഓണം എക്സാമിന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുമെന്ന് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. സോ അതിന്റെ ബാക്കിയായിട്ടും കാണാൻ പറ്റും. നെക്സ്റ്റ് മക്കളെ സർക്കിൾസിൽ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് കൺസ്ട്രക്ഷൻ ആണ്. കൺസ്ട്രക്ഷന് 7 മാർക്സ്, അതായത് വരയ്ക്കാനുള്ള 7 മാർക്സ് ഉള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ ഒന്ന് വരയ്ക്കാൻ നിങ്ങൾക്ക് 100% ഉറപ്പിക്കാൻ പറ്റും. സർക്കിൾ അല്ലെങ്കിൽ പരിവൃത്തം വരയ്ക്കാൻ പറയും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പരിവൃത്തം എങ്ങനെ വരയ്ക്കേണ്ടതുള്ളത്. പക്ഷെ ചില കണ്ടീഷനുകൾ എന്തെങ്കിലും അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യട്ടോ. സോ ഒന്നാമത് വരയ്ക്കാനുള്ളത് സർക്കിളാണ്, പരിവൃത്തമാണ്. ഈ രണ്ടാമത് ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. കാരണം ഇത് രണ്ടും സെയിം കൺസെപ്റ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ തന്നിട്ട് ഒരു ചതുരം തന്നിട്ട് സ്ക്വയർ വരയ്ക്കാൻ പറയും, സമചതുരം വരയ്ക്കാൻ പറയും. അല്ലെങ്കിൽ ഒരു സെമി സർക്കിൾ തന്നുകൊണ്ടായിരിക്കും ചെയ്യുക. ഇങ്ങനെ ഏതെങ്കിലും മെത്തേഡ് ആയിരിക്കും വരിക. അല്ലെങ്കിൽ എന്തായിരിക്കും ഇങ്ങനെ ഇക്വലേറ്റർ ആംഗിൾ, ഒരു സെമി സർക്കിൾ തന്നുകൊണ്ട് അത് ബേസ് ചെയ്തുകൊണ്ട് ഇക്വലേറ്റർ ആംഗിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം വരയ്ക്കാൻ പറയും. ലാസ്റ്റ് ഇയർ ഓണം എക്സാമിന് സമഭുജ ത്രികോണം വരയ്ക്കാനാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് എന്താക്കുക, ഈ 3 വരയ്ക്കാനുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഇതിൽ നിർബന്ധമായിട്ടും 100% പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ 7 മാർക്സ് കൺസ്ട്രക്ഷനിൽ ഇത് 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് സർക്കിൾസിലെ ആദ്യത്തെ കൺസെപ്റ്റ്. നമുക്കറിയാം ഇവിടെ ഇത് ഡയാമീറ്റർ ആണ്, ഇത് വ്യാസമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സർക്കിളിൻ്റെ അകത്ത് വരുന്ന ഇങ്ങനെ ഏതൊരു കോണും 90 ഡിഗ്രിനെക്കാട്ടി വലുതായിരിക്കും, ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ഒരു കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണേ. അതേപോലെ നമ്മൾ ഈ ഡയാമീറ്റർ ബേസ് ആയിക്കൊണ്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ സർക്കിളിന്റെ മുകളിൽ വരുന്ന ഈ കോൺ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും. എന്തായിരിക്കും വരിക? റൈറ്റ് ആംഗിൾ ആയിരിക്കും, മട്ട ത്രികോണമായിരിക്കും. അറിയാവുന്ന കാര്യമാണ്. ഇനി ഈ കോൺ, ഈ ആംഗിൾ സർക്കിളിന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ ആംഗിൾ എന്തായിട്ട് മാറും? 90 ഡിഗ്രിയിൽ ചെറുതായിരിക്കും, കുറവായിരിക്കും വരിക. കൃത്യമായിട്ട് എന്താക്കുക, മനസ്സിലാക്കി വെക്കുക. ഇവിടെ ഗ്രേറ്റർ ദാൻ 90 എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. ഗ്രേറ്റർ ദാൻ 90, ഇവിടെയോ ലെസ് ദാൻ 90. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പം ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കിന് ഉണ്ടാവാറുണ്ട് ഈ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട് 2 മാർക്കിന്. ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ പറയുന്ന ഒന്നുമില്ല. നമുക്കൊരു കോഡ് ഉണ്ട്. ഈ കോഡിൽ നിന്നും നമ്മൾ സെൻറ്ററിലേക്ക് വൃത്തത്തിൻ്റെ സർക്കിൾ സെൻറ്ററിലേക്ക് ഇങ്ങനെ ഒരു ആംഗിൾ ഫോം ചെയ്താൽ ഇത് 2x ആണ്. സപ്പോസ് ഇത് 2x ആണ്. അങ്ങനെയാണെങ്കിൽ ആ സെയിം കോഡ്, ആ സെയിം ഞാണിൽ നിന്നും സർക്കിളിൻ്റെ മുകളിലോട്ട് വരുന്ന ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആംഗിളിൻ്റെ ഈ 2xൻ്റെ പകുതിയായിരിക്കും, വിച്ച് മീൻസ് x ആയിരിക്കും. റെഡി ആണല്ലോ? സിമ്പിൾ ആണ്. ഇവിടെ 2x ആണെങ്കിൽ ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ 50 ആയിരിക്കും. ഇനി ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 120 ആയിരിക്കും വരിക. 1 മാർക്കോ 2 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞില്ല, ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇവിടെ x ആണെങ്കിൽ
ഇവിടെ x ആണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ സെയിം കോഡ് ഓപ്പോസിറ്റ് സൈഡ് സർക്കിളിന്റെ വൃത്തത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ഓപ്പോസിറ്റ് ഭാഗത്ത് ഉണ്ടാക്കുന്ന ഇതുപോലെ ഉണ്ടാക്കുന്ന കോണ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 മൈനസ് എക്സ് ആയിരിക്കുമെന്ന് മനസ്സിലാക്കി വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതായത് ഇത് 50 ആണെങ്കിൽ ഇയാൾ 180 മൈനസ് 50 ആയിട്ട് മാറും, വിച്ച് ഇസ് ഈക്വൽ ടു 130 ആയിട്ട് മാറുന്നു. ഇത് രണ്ടും ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? 180 ഡിഗ്രി കിട്ടണം എന്നാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് സർക്കിൾസിൽ വരുന്നത്. നമ്മൾ സൈക്ലിക് കോർഡിലേറ്റർ എന്ന് പറയുന്ന ചക്രീയ ചതുർഭുജം എന്ന് പറയുന്ന ടോപ്പിക്ക്. എടാ വളരെ സിമ്പിൾ ആട്ടോ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓപ്പോസിറ്റ് ഒരു കോർഡിലേറ്റർ ഒരു ചതുർഭുജം സൈക്ലിക് ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസിന് സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. എന്തായിരിക്കും വരിക? 180 ഡിഗ്രി ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ഈ ആംഗിൾ സി പ്ലസ് ആംഗിൾ എ അല്ലെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ചെയ്താൽ എന്ത് കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അതേപോലെ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ചെയ്താലോ അപ്പോഴും 180 ഡിഗ്രി കിട്ടണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയട്ടോ. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് അടുത്ത ടോപ്പിക്കാണ് ആംഗിൾ കണ്ടുപിടിക്കും. ഈ കാണുന്ന പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആംഗിൾ കണ്ടുപിടിക്കാനാണ് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് ഈ ടോപ്പിക് ഉണ്ടാവും. സോ അതിൽ നിങ്ങൾ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനുണ്ട്. സോ മക്കളെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ സൈക്കിൾ കോർഡിലേറ്റർ ആണെങ്കിൽ ഒരു ചതുർഭുജം സൈക്ലിക് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇങ്ങനെ വരുന്ന രണ്ട് ആംഗിളുകൾ സെയിം ആയിരിക്കുമെന്ന് മനസ്സിലാക്കി വെക്കുക. ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ ആ രണ്ട് ആംഗിളുകളും എന്താണ്? സെയിം ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ആണ് സർക്കിൾസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എടാ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഒരു സർക്കിളിനെ രണ്ട് കോഡുകൾ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പി എ ഇൻറ്റു പി ബി, അതായത് ഈ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. ഓക്കെ അല്ലേ? പിന്നെ അതേപോലെ തന്നെ അടുത്തതാണ് ഇങ്ങനെ, അതായത് നമ്മൾ സർക്കിളിൻ്റെ ഡയാമീറ്റർ എന്ന് നമ്മൾ ഇതാക്കുന്നു ഏതെങ്കിലും ഒരു പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു പെർപെൻഡിക്കുലർ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ ആയിരിക്കും. രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. ഇതിൻ്റെ അപ്ലിക്കേഷൻ ആണ് കൺസ്ട്രക്ഷനിൽ വരാറുള്ളത്. സോ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വൃത്തങ്ങളിൽ അവസാനത്തെ ഒരു ഇക്വേഷൻ കൂടിയും ഇതും പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി തന്നെയാണ്. പക്ഷേ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്താണ് പി എ, എന്താണ് പി ബി എന്നുള്ളത്. എടാ പി എ എന്ന് പറഞ്ഞാൽ ഇത് മുതൽ ഇതുവരെയാണ് പി എ. അതേപോലെ പി ബി ഇത് മുതൽ ഇതുവരെ. സോ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പിന്നെന്താ പി സി എന്താണ്? ഇത് മുതൽ ഇതുവരെ. പി ഡി എന്ന് പറഞ്ഞാലോ ഇത് മുതൽ ഇതുവരെയാണ്. സോ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇങ്ങനെ വരുന്ന ഈ കാണുന്ന ഇക്വേഷൻ നിങ്ങൾ എന്താക്കണം? പഠിച്ചു വെക്കണം. അപ്പോൾ സർക്കിൾസിലെ ഇക്വേഷൻ ഞാൻ എന്താക്കണം ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. ഈ രണ്ട് ചാപ്റ്ററും ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ എ പ്ലസ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. കൃത്യമായിട്ട് ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താക്കുക? വർക്കൗട്ട് ചെയ്യുക. അതിന്റെ വീഡിയോസുമായിട്ട് നമ്മൾ വരും കേട്ടോ. സോ മക്കളെ ഒന്നുകൂടി പറയാണ്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കൃത്യമായിട്ട് എന്താക്കുക? ഷെയർ ചെയ്യുക. ഇനി അടുത്തതാണ് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ്, സാധ്യതകളുടെ ഗണിതം എന്ന് പറയുന്ന. ഇതിൽ നമുക്ക് ആകെ പഠിക്കാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇതിന്റെ വേറെ ഫോമുകൾ വരുന്നത്, അതായത് പ്രോബബിലിറ്റി, സാധ്യത കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. സാധ്യത ഇസ് ഈക്വൽ ടു അനുകൂലമായ ഫലങ്ങളുടെ എണ്ണം ബൈ ആകെ ഫലങ്ങളുടെ എണ്ണമാണ് വരിക. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. ഒരുപാട് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം, 2 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. സോ ഇതെന്താ പറയുന്നത്? പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് ഫാളിംഗ് ഇൻ ദ ട്രയാങ്കിൾ, അതായത് കണ്ണടച്ച് ഒരു കുത്തിട്ടാൽ ഈ വൈറ്റ് ട്രയാങ്കിൾ വികാനുള്ള, വൈറ്റ് ത്രികോണത്തിൽ വികാനുള്ള ഡോട്ട് വികാനുള്ള സാധ്യതയാണ് ചോദിക്കുന്നത്. കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ബൈ ടോട്ടൽ ഏരിയ. ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന നമ്മുടെ പാരലോഗ്രാമിന്റെ, ഇത് പാരലോഗ്രാം ആണ് അല്ലെങ്കിൽ ഒരു ചതുർഭുജമാണ്, കോർഡിലേറ്റർ ആണ്, അതിന്റെ ഏരിയ ആണ് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. അത് 1/2 ആണ് വരിക. ഇത് പാരലോഗ്രാം ആയതുകൊണ്ട് സെയിം ബേസ് വരുന്നത് നമ്മൾ 9ാം ക്ലാസ് പഠിച്ച കൺസെപ്റ്റ് ആണ്. സോ 1/2 വരുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് എന്താണ്? പേസ്, ജോഡികൾ എന്ന് പറയുന്ന ഈ ടോപ്പിക്കിനും ഒരു ക്വസ്റ്റ്യൻ 4 മാർക്കിന് എന്തായാലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ കൃത്യമായിട്ട് ജോഡി മനസ്സിലാക്കാം. എടാ ഒരു ഇവന്റ്, ഫസ്റ്റ് ഇവന്റിൽ എണ്ണമുണ്ട്, m ആൾക്കാരുണ്ട്. അതേപോലെ സെക്കൻഡ് ഇവന്റിൽ n ആൾക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പേഴ്സ്, നമ്പർ ഓഫ് ജോഡികൾ എന്ന് പറഞ്ഞാൽ m ഇൻറ്റു n ചെയ്താൽ മതി. അതേപോലെ അതിലെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ, അതായത് ജോഡികളുടെ സാധ്യത കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇവിടെ കാണാം. നമ്പർ ഓഫ് ഫേവറബിൾ പേഴ്സ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ്. അനുകൂല ജോഡികളുടെ എണ്ണം ബൈ ആകെ ജോഡികളുടെ എണ്ണമാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ജോഡികളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് സെറ്റാക്കാൻ പറ്റും കേട്ടോ. കൃത്യമായിട്ട് ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. ബാക്കി നമ്മൾ സെറ്റാക്കിയിരിക്കും. സോ മക്കളെ ഇവിടെ
നമ്മൾ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസും കഴിഞ്ഞു. ഇനി അവസാനത്തെ ചാപ്റ്റർ ആണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. നിലവിൽ ഇതുവരെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് വരെയാണ് സ്കീം ഓഫ് വർക്ക് പ്രകാരം ഓണം എക്സാമിന് നിങ്ങൾക്ക് ഉണ്ടാവുക. ഇനി നമ്മൾ നോക്കാം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രണ്ടാം കൃതി സമവാക്യങ്ങളിൽ എന്താണുള്ളത്. ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കുറച്ച് എക്സ്പെക്ട് ചെയ്താൽ മതി, എന്നാലും പറയാൻ പറ്റില്ല, ചിലപ്പം കൂടുതലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് അറിയാം. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പിക്കാം, കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്, വർഗത്തികവ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും 100% ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ അല്ലേ? രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ പ്രോബ്ലംസ് റിലേറ്റഡ് ടു ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ, ചതുരങ്ങളുടെ ചുറ്റളവും പരപ്പളവും ഉൾപ്പെടുന്ന പ്രശ്നങ്ങൾ. അതായത് ചതുരങ്ങളുടെ ചുറ്റളവോ പരപ്പളവോ അങ്ങനെ എന്തെങ്കിലും തന്നിട്ട് ചുറ്റളവും പരപ്പളവും തന്നിട്ട് അത് വെച്ചൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്ത് അത് സോൾവ് ചെയ്യാൻ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. സോ കൃത്യമായിട്ട് ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾ എന്താക്കണം, പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ എന്തായാലും ആ ക്വസ്റ്റ്യൻ ചെയ്യട്ടോ, നിങ്ങൾ പേടിക്കേണ്ട. ഇതിൻ്റെയൊക്കെ വയ്യേ ഓരോ ചാപ്റ്ററും ഷോർട്ട് ആയിട്ട് വരാനുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ വരും കേട്ടോ. സോ മക്കളെ, ഇനി അടുത്തതാണ് ഫാക്ടറൈസേഷൻ. നമ്മൾ എന്താക്കുന്നു, ഫാക്ടറൈസ് ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് നമുക്ക് എന്താക്കാം, ഡിസ്കസ് ചെയ്യാം. ലാസ്റ്റ് വൺ, ക്വാഡ്രാറ്റിക് ഫോർമുല x is equal to minus b plus or minus root b square minus 4ac by 2a. അതായത് രണ്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് രണ്ട് സൊല്യൂഷൻ ഉണ്ടാവുക, രണ്ട് റൂട്ട്സ് ഉണ്ടാവുക. അത് കണ്ടുപിടിക്കാൻ രണ്ട് റിയൽ റൂട്ട്സ് ഉണ്ടാവുക. അത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യാൻ പറ്റും. x is equal to minus b plus or minus root b square minus 4ac by 2a. സോ മക്കളെ, ഞാനിതാ ഇവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വളരെ പെട്ടെന്ന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓണം എക്സാമിന് പഠിക്കാനുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ടോപ്പിക്കുകൾ, ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ഒക്കെ നമ്മൾ എന്താക്കി ഡിസ്കസ് ചെയ്തു. സോ മക്കൾ ഇത് കാര്യം ചെയ്യുക, കൃത്യമായിട്ട് ഈ കാണുന്ന ടോപ്പിക്കുകളൊക്കെ പഠിക്കുക. എന്തായാലും ഫുൾ മാർക്ക് നമുക്ക് ഓണം എക്സാമിന് വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി അതേപോലെ ഈ PDF വേണമെന്ന് തോന്നുന്ന ആൾക്കാർ, ഈ PDF നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന ആൾക്കാർ, ഈ സ്ലൈഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, കമന്റ് ബോക്സിൽ സ്ലൈഡ് വേണമെന്ന് കമന്റ് ചെയ്യുക. നമ്മൾ എന്താക്കേണ്ടത്, സ്ലൈഡ് ഇട്ടിട്ടുണ്ട്. സോ കൃത്യമായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോയിൽ ഇതിന്റെ ബാക്കി പത്രമായിട്ട് ഓരോ ചാപ്റ്ററിന്റെയും ഷോർട്ട് കൺസെപ്റ്റുകളും ഷോർട്ട് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. സോ മക്കളെ, ഞാനിതാ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോ കാണാം. ബൈ.